പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറും ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനം തുടരുന്നു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി ഉൾപ്പെട്ട പ്രതിനിധി സംഘം ടോക്കിയോയിലെത്തി ഇന്ത്യൻ എംബസിയെ സന്ദർശിച്ചു. പര്യടനത്തിനായുള്ള DMK MP കനിമൊഴി നയിക്കുന്ന സംഘം ദില്ലിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. ഇതോടെ 9 PM പൂർണ്ണമാകുകയാണ്. ശേഷം സ്പീഡ് ന്യൂസ് ആണ്. വർഷ വിജയൻ ചേരും. പെഹൽഗാം ഭീകരാക്രമണം നടന്ന ഇന്ന് 1 മാസം പൂർത്തിയായിരിക്കെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുന്നു. ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെട്ട സംഘം ജപ്പാനിലെ ടോക്കിയോയിലെത്തി ഇന്ത്യൻ എംബസി സന്ദർശിക്കുകയും മുൻ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗയുമ, അംബാസിഡർ സിബി ജോർജ് എന്നിവരുമായി സംഘം ചർച്ച നടത്തുകയും ചെയ്തു. ജപ്പാൻ വിദേശകാര്യമന്ത്രി തക്കേഷി ഐവാമയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു. അതേസമയം ET മുഹമ്മദ് ബഷീർ ഉൾപ്പെട്ട പ്രതിനിധി സംഘം UAE-യിലെത്തി. UAE മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമൊത്തായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. തുടർന്ന് പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുവേമി, നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ ഡോക്ടർ ജമാൽ അൽ കാബി എന്നിവരടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായി സഹകരിക്കുന്നത് തുടരുമെന്ന റാഷിദ് അൽ നുവേമി പറഞ്ഞു. അതേസമയം DMK MP കനിമൊഴി നയിക്കുന്ന സംഘം ദില്ലിയിൽ നിന്നും പുറപ്പെട്ടു. റഷ്യ, സ്പെയിൻ തുടങ്ങി 5ഓളം രാജ്യങ്ങളായിരിക്കും സംഘം പര്യടനം നടത്തുക. കൂടാതെ ശശി തരൂർ നയിക്കുന്ന സംഘം നാളെ ദില്ലിയിൽ നിന്നും യാത്ര തിരിക്കും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.